ശ്രീലേഖയുടെ പരാമർശത്തിനെതിരെ DGP. നെട്ടയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ BJP നേതാവും മുൻ DGPയുമായ R. ശ്രീലേഖ പോലീസിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് DGP റവാഡ ചന്ദ്രശേഖർ. ദീർഘകാലം സേനയുടെ ഭാഗമായിരുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ശ്രീലേഖ പോലീസിനോട് കൂടുതൽ അനുഭാവപൂർവ്വം പെരുമാറണമായിരുന്നുവെന്ന് DGP പറഞ്ഞു. ജനസാഗരത്തെ സാക്ഷിയാക്കി തൃശൂർ പൂരം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്ത പശ്ചാത്തലത്തിൽ വെട്ടിച്ചുരുക്കിയ സമയത്തിലും പൂരപ്രേമികളുടെ കണ്ണും മനസ്സും നിറച്ചായിരുന്നു കുടമാറ്റം നടന്നത്. വിശ്വഗുരു, കണിമംഗലം, ശാസ്താവിൽ തുടങ്ങി കടകപൂരങ്ങൾ ഓരോന്നായി പുഴക്കടലിലേക്ക് എന്ന പോലെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി കൊമ്പന്മാരിലെ ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തലപ്പൊക്കത്തോടെ നിന്നു. മുണ്ടത്തിക്കോട് ദുരന്തം അന്വേഷണം പുരോഗമിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ അപകട കാരണം വ്യക്തമാകും. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. ഒരാഴ്ചയ്ക്കുള്ളിൽ അപകട കാരണം വ്യക്തമാകുമെന്നും DGP പറഞ്ഞു. നെട്ടയത്ത് പോലീസിനെതിരെ മുൻ DGP R. ശ്രീലേഖ പ്രതിഷേധിച്ചതും ശബരിമലയിൽ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നതുമായി ബന്ധപ്പെട്ടും DGP പ്രതികരിച്ചു. നെട്ടയത്തെ പ്രതിഷേധത്തിൽ ശ്രീലേഖയ്ക്കെതിരെ കേസെടുത്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു DGP പറഞ്ഞത്. തിരുവനന്തപുരത്ത് 14 വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റു. മൂങ്ങോട് സ്വദേശി ഹന്ന ഫാത്തിമയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. വീടിന് സമീപത്ത് വെച്ചാണ് പെൺകുട്ടിയെ പാമ്പ് കടിച്ചത്. കുട്ടിയെ ഉടൻ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പോത്തൻകോടും വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റിരുന്നു. പോത്തൻകോട് വേങ്ങാട് സ്വദേശിനി ദുർഗയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. അമ്മുമ്മയുടെ വീട്ടിൽ പോയി തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതിനിടെ ഇടവഴിയിൽ വെച്ചാണ് പെൺകുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. ഇടതുകാലിന്റെ ചെറുവിരലിലാണ് പാമ്പ് കടിച്ചത്. ഉടൻ തന്നെ ആറ്റിങ്ങൽ വലിയകുന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് കൊടും ചൂടിൽ ജനം വലയുന്നതിനിടെ ആശ്വാസമായി വേനൽ മഴയെത്തുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബുധനാഴ്ച മുതൽ മഴ സജീവമാകുമെന്നാണ് പ്രവചനം. മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, വ്യാഴാഴ്ച പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ വരും ദിവസങ്ങളിൽ മഴ ലഭിച്ചു തുടങ്ങും. ബുധനാഴ്ചയോടെ വടക്കൻ ജില്ലകളിലും മഴയെത്തുമെന്നാണ് മുന്നറിയിപ്പ്. KSEBയ്ക്ക് ആശ്വാസം. 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBയ്ക്ക് അനുമതി. യൂണിറ്റിന് പരമാവധി 10 രൂപ വരെ നൽകി വൈദ്യുതി വാങ്ങാനാണ് അനുമതി. മെയ് 15 വരെ വൈദ്യുതി വാങ്ങാനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. ഓരോ ആഴ്ചയും ലഭ്യമായ വൈദ്യുതിയും അതിന്റെ നിരക്കും കമ്മീഷനെ അറിയിക്കണം. ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ ഗതാഗത നിയമലംഘനത്തിന് കേസെടുക്കും. കോട്ടയം SPയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി. കോട്ടയത്ത് കോടതിയിലെത്തിയപ്പോഴായിരുന്നു ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നത്. ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു. KSRTCക്ക് 30,000 രൂപ പിഴയിട്ട് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ. രോഗിയായ യാത്രക്കാരനോട് പരിഗണന കാണിക്കാത്തതിന് KSRTCക്ക് പിഴ. രോഗിയായ യാത്രക്കാരന് സീറ്റ് നൽകാത്തതിനും സ്റ്റോപ്പിലിറക്കാത്തതിനും പരാതി നൽകിയതിനെ തുടർന്നാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ KSRTCക്ക് 30,000 രൂപ പിഴയിട്ടത്. തോട്ടിയശ്ശേരി സറ സ്വദേശി മുഹമ്മദ് സൈനുദ്ദീൻ കോർമത്താണ് പരാതി നൽകിയത്. KSRTC MD ആണ് പിഴയടയ്ക്കേണ്ടത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ തീരുമാനിക്കുന്നതിൽ നിർദ്ദേശവുമായി ലീഗ്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ തീരുമാനിക്കുന്നതിൽ മാർഗനിർദ്ദേശവുമായി മുസ്ലിം ലീഗ്. മന്ത്രിമാർ ഏകപക്ഷീയമായി സ്റ്റാഫിനെ തീരുമാനിക്കരുതെന്നും മണ്ഡലം കമ്മിറ്റിയുടെയും പോഷക സംഘടനകളുടെയും അഭിപ്രായം തേടണം എന്നും ഉപജാപ സംഘങ്ങളുടെ പിടിയിലാകാതെ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിർദ്ദേശം നൽകി. മുണ്ടക്കയ ചുരൽമല പുനരധിവാസം. മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് നാളെ. ആദ്യഘട്ടത്തിൽ കൈമാറിയ 51 വീടുകളുടെയും ചടങ്ങാണ് നാളെ നടക്കുക. ഇന്നലെ 2 വീടുകളിൽ താമസം തുടങ്ങിയെങ്കിലും ബാക്കിയുള്ള കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് നാളെ പരിപാടി നടക്കുന്നത്. പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും പരിപാടിയിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചിരുന്നു. 1.5 വർഷങ്ങൾക്കിപ്പുറം ദുരന്തബാധിതർക്ക് സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്.